വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് മലയാളത്തിൻ്റെ ഒരു ക്ലാസ്സാണ്. മുൻവർഷ ചോദ്യങ്ങളാണ് പറയുന്നത്. കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തെറ്റായ പദം ഏത്? തെറ്റായ പദം കണ്ടുപിടിക്കാനാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് വിമ്മിട്ടം, വിമ്മിട്ടം. 2 സമ്രാട്ട്, 3 മുഖാന്തിരം, 4 ജീവച്ഛവം. അങ്ങനെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റായ പദം എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. വിമ്മിട്ടം എന്ന് പറയുന്ന വാക്ക് ശരിയാണ്. വിമ്മിഷ്ടം എന്നല്ല നമ്മൾ പറയേണ്ടത്, വിമ്മിട്ടം എന്നാണ് പറയേണ്ടത്. 2 സമ്രാട്ട് എന്ന വാക്ക് എന്താണ്? ശരിയാണ്. സമ്രാട്ട് ശരിയാണ്. സാമ്രാട്ട് എന്നല്ല പറയേണ്ടത്, സമ്രാട്ട് എന്നാണ് പറയേണ്ടത്. അതും ശരിയാണ്. നമ്മുടെ ചോദ്യം തെറ്റായ പദം ഏതെന്നാണ്. മുഖാന്തിരം എന്ന വാക്കാണ് ഇതിൽ തെറ്റായിട്ടുള്ള വാക്ക്. മുഖാന്തിരം, മുഖാന്തിരം എന്നല്ല, ശരിയായ ഉച്ചാരണം എന്താണ്? മുഖാന്തരം. മുഖാന്തരം. എന്താണ് മുഖാന്തരം എന്ന് പറഞ്ഞാൽ? മുഖേന എന്ന അർത്ഥം വരുന്ന പദമാണ് മുഖാന്തരം എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തെ വാക്ക് ഇതായിരുന്നു, ജീവച്ഛവം. അത് ശരിയാണ്, നമുക്കറിയാം ജീവച്ഛവം. ഏത്? 2 ച വരുന്നത് തന്നെയാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായ പദം ചോദിച്ചത് ഏതായിരുന്നു? മുഖാന്തിരമാണ് തെറ്റായ പദം. ശരിയായ പദം മുഖാന്തരമാണ്. ബാക്കി വിമ്മിട്ടം, സമ്രാട്ട്, ജീവച്ഛവം, ഇത് 3ഉം ശരിയായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ നമ്മുടെ ജീവച്ഛവം എന്ന വാക്ക് കണ്ടപ്പോൾ ഈ ജീവച്ഛവം എന്ന വാക്ക് പിരിച്ചെഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജീവച്ഛവം എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത്? ജീവത്ത് പ്ലസ് ശവം. ജീവത് പ്ലസ് ശവമാണ് ജീവച്ഛവമായിട്ട് മാറുന്നത്. ഇത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആദേശസന്ധിയാണ്. ആദേശം, ആദേശസന്ധി. എങ്ങനെയാണ് ആദേശസന്ധി? എന്താണ് ആദേശസന്ധി? 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. ഇവിടെ നമ്മൾ ജീവച്ഛവത്തെ ജീവത് പ്ലസ് ശവം എന്ന് തിരിച്ചു. ഇവിടെ എന്താണ്? താക്ക് ശേഷം ഷ, ഷ, സ 3 ഊഷ്മാക്കൾ എന്ന് നമ്മൾ പറയും. ഷ, ഷ, സ ഇത് 3ഉം വന്നാൽ, താ എന്ന് പറയുന്ന വർണ്ണത്തിന് ശേഷം ഈ പറഞ്ഞ 3 അക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്ത് ആദേശം ചെയ്യും? ഇച്ഛ ആദേശം ചെയ്യും. അതാണ് ഇവിടെ ജീവച്ഛവം എന്നായിട്ട് മാറിയത്. ഈ ഇച്ഛയാണെന്ന് ഓർമ്മിക്കുക. 2 ച വരുന്നതാണ് ജീവച്ഛവത്തിന്റെ ച. അപ്പം ജീവത് പ്ലസ് ശവം എന്നാണ് ജീവച്ഛവം പിരിച്ചെഴുതേണ്ടത്. അത് ഏത് സന്ധി എന്ന് ചോദിച്ചാൽ ആദേശസന്ധിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്കറിയാം ഇവിടെ ജീവച്ഛവം എന്ന വാക്ക് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 ച വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ 2 ച വച്ചിട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ള പദശുദ്ധി വാക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് 2 ച, അതായത് ഇച്ഛ വച്ചിട്ടുള്ള പദശുദ്ധി ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. എപ്പോഴും PSC ചോദിക്കാറുള്ള ഒരു വാക്കാണ് വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി. ഇവിടെ എന്താണ്? 2 ച വരുന്ന വാക്കാണ് വിദ്യുത് ശക്തി. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? PSC പിരിച്ചെഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തന്നെയാണ്? ആദേശസന്ധിയാണ്. ഞാൻ പറഞ്ഞു താക്ക് ശേഷം ഷ, ഷ, സ 3 അക്ഷരങ്ങൾ വരികയാണെങ്കിൽ അവിടെ എന്ത് ആദേശം ചെയ്യും? ഇച്ഛ ആദേശം ചെയ്യും. അപ്പോൾ ഇവിടെയും എന്ത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. അപ്പോൾ വിദ്യുത് ശക്തി എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് പ്ലസ് ശക്തി എന്നാണ്. അത് ആദേശസന്ധിയാണ്. അവിടെ നമ്മൾ പദശുദ്ധിയിൽ നോക്കുമ്പോൾ ച വരുന്നത് എന്താണ്? 2 ച, ഇച്ഛയാണ് എഴുതേണ്ടത്. അപ്പോൾ 1 വിദ്യുത് ശക്തി നമ്മൾ പറഞ്ഞു, 2 ജീവച്ഛവം പറഞ്ഞു. ഇനി 3ാമത്തെ വാക്കാണ് ആപച്ചങ്ക. ആപച്ചങ്ക. ഇത് എഴുതേണ്ടത് എങ്ങനെയാണ്? ഈ 2 ച വരുന്നതാണ്, ഇച്ഛയാണ് വരേണ്ടത്. ആപച്ചങ്ക. ഇതും പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആപത്ത് പ്ലസ് ശങ്ക. ആപത്ത് പ്ലസ് ശങ്ക എന്നാണ് ഈ വാക്കും പിരിച്ചെഴുതുമ്പോൾ വരുന്നത്. ഇത് 3 എന്താണ്? ആദേശസന്ധിയാണ്. അപ്പോൾ ഇച്ഛ വരുന്ന വാക്കുകളാണ് നമ്മൾ പറയുന്നത്. ഇനി വേറെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അടുത്തത് ഉച്ഛിഷ്ടം. പദശുദ്ധിക്ക് PSC പലതവണ ചോദിക്കുന്ന വാക്കാണ് ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെച്ചിൽ എന്നാണ് അർത്ഥം. ഉച്ഛിഷ്ടം എന്ന പദം എഴുതേണ്ടതും ഏത് തന്നെയാണ്? ഈ 2 ഇച്ഛ തന്നെയാണ്. ഇനി മറ്റൊന്ന് അനാച്ഛാദനം. അനാച്ഛാദനം. ഇതും ഇവിടെ എന്താണ്? 2 ച വരുന്ന ഇതാണ് അനാച്ഛാദനം. ഇതിന്റെ വിപരീതം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അനാച്ഛാദനത്തിന്റെ വിപരീതം എന്താണ്? ആച്ഛാദനം. അനാച്ഛാദനം എന്ന പദത്തിന്റെ വിപരീതമാണ് ആച്ഛാദനം.
അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു പ്രതിമകൾ എന്ത് ചെയ്യും? പ്രതിമ അനാച്ഛാദനം ചെയ്തു. എന്താണ് അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ? മറ നീക്കുക എന്നതാണ്. ആച്ഛാദനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക എന്നതാണ്. മറ നീക്കുക എന്ന അർത്ഥം വരുന്ന പദമാണ് അനാച്ഛാദനം. അതിന്റെ വിപരീതമാണ് ആച്ഛാദനം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പദശുദ്ധിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തൊരു വാക്കാണ്, അത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു വാക്കാണ്, യാദൃച്ഛികം. യാദൃച്ഛികം എന്ന് എഴുതേണ്ടത് ഏത് ചായാണ്? 2 ചാ വരുന്ന ഇച്ഛയാണ് യാദൃച്ഛികം. ഇതേപോലെ മറ്റൊരു വാക്കാണ് പുച്ഛം. പുച്ഛം എന്ന് എഴുതുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട ചാ എന്ന് പറയുന്നത് 2 ചാ ഉള്ളതാണ്. അടുത്തത് ഐച്ഛികം. ഐച്ഛികം ഐച്ഛികം. അപ്പോൾ പദശുദ്ധി ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന 2 ചാ വരുന്ന പദശുദ്ധി ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ വാക്കുകളാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഈ ചാ അല്ലാതെ വേറൊരു ചാ ഉണ്ട്, ഷായും ചായും കൂടെ ചേരുന്ന ചാ. ഏതാണത്? ഷായും ചായും കൂടെ ചേരുന്ന ചാ, ഇച്ഛ. ഇത് വെച്ചിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് PSCക്ക് ചോദിച്ചിട്ടുള്ളത്? ഒന്ന് വൃശ്ചികം. വൃശ്ചികം. വേറെ ആശ്ചര്യം. വൃശ്ചികം, ആശ്ചര്യം. പിന്നെ ഈ ഇടയ്ക്ക് PSC ചോദിച്ചതാണ് നിശ്ചയം. നിശ്ചയം. പിന്നെ വേറെന്താണ്? പശ്ചാത്താപം. പശ്ചാത്താപം. അങ്ങനെയാണെങ്കിൽ പശ്ചാത്തലം. ഇതെല്ലാം എന്താണ്? ഈ ഷായും ചായും ചേരുന്ന ഇച്ഛ വരുന്ന പദശുദ്ധി വാക്കുകളാണ്. ഇനി ഇത് കൂടാതെ മറ്റൊരു അക്ഷരമാണ് ഇച്ഛ. ചായയുടെ കൂട്ടക്ഷരമായ ഇച്ഛ. ഈ ഇച്ഛ വെച്ചിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് PSCക്ക് ചോദിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ടും ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ. ഇങ്ങനെയാണ് ശരത്ചന്ദ്രൻ എന്ന വാക്ക് ശരിയായിട്ട് എഴുതേണ്ടത്. ഇത് പിരിച്ചെഴുതാനും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇത് ശരത്ചന്ദ്രൻ എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? ശരത് പ്ലസ് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രനാണ് ശരത്ചന്ദ്രൻ. ഇവിടെയും എന്താണ്? ആദേശസന്ധിയാണ് വരുന്നത്. ഇവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? ആദേശസന്ധി. താക്ക് ശേഷം ചാ വരികയാണെങ്കിലും എന്ത് ചെയ്യും? ഇച്ഛ ആദേശം ചെയ്യും. ഇവിടെ ഏത് ഇച്ഛയാണ്? ഈ ചായയുടെ കൂട്ടക്ഷരമായ ഇച്ഛയാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ചാ വച്ചിട്ടുള്ള പദശുദ്ധി ക്വസ്റ്റ്യൻസ് പലതവണ ചോദിക്കുന്നതാണ്. അപ്പോൾ ശരത്ചന്ദ്രൻ എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് ശരത് പ്ലസ് ചന്ദ്രൻ എന്നാണ്. ഇനി ഇതുകൂടാതെ വേറെ ഏത് വാക്കുണ്ട് ഈ ഇച്ഛ വെച്ചിട്ട്? ഉച്ചാരണം. ഉച്ചാരണം. ഉച്ചാരണം എന്ന വാക്ക് എഴുതേണ്ടതും ഇങ്ങനെയാണ് ശരിയായിട്ട് ഇച്ഛ വെച്ചിട്ട്. നമുക്ക് കുറച്ചുകൂടി പദശുദ്ധി ക്വസ്റ്റ്യൻസ് നോക്കാം. ബോർഡിൽ കുറച്ച് പദങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ തന്നെ വായിച്ചിട്ട് ഏതൊക്കെയാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ആദ്യം എല്ലാം ഒന്ന് വായിച്ചു തരാം. ആദ്യത്തെ വാക്ക് അഗാധം. അഗാധം. 2 അടിമത്തം. 3 അസ്തമനം. 4 അതിഥി. 5 ചെലവ്. 6 തത്വം. 7 ചെമപ്പ്. 8 ഐക്യമത്യം. 9 നിരൂപിക. 10 വേഗത. 11 വലുപ്പം. 12 സ്വയപരിശ്രമം. 13 അനുഗ്രഹീതൻ. അങ്ങനെ 13 വാക്കുകൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കണം. ഞാൻ ഉത്തരം പറയാം. അപ്പം നോക്കാം നമുക്ക്. ആദ്യത്തെ വാക്ക് അഗാധം എന്നാണ്. അഗാധം വളരെ ആഴത്തിലുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് അഗാധം. അഗാധം എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ശരിയാണ്. അഗാധം എന്താണ്? നാ തിരിച്ചിടുന്ന ദായാണ് വരേണ്ടത്. അഗാധം. രണ്ടാമത്തെ വാക്ക് അടിമത്തം. അടിമത്തം എന്ന വാക്ക് എന്താണ്? ശരിയാണ്. അടിമത്തം. അടിമത്വം അല്ല, അടിമത്തം. നമ്മുടെ മലയാള ശബ്ദങ്ങളോടൊപ്പം ഇത്തയെ ചേർക്കാറുള്ളൂ. മലയാള ശബ്ദങ്ങളോടൊപ്പം ഇത്ത എന്ന വാക്കേ ചേർക്കാറുള്ളൂ. അതിന് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിഡ്ഢിത്തം. വിഡ്ഢിത്തം. ഇവിടെ എന്താണ്? മലയാള വാക്കാവുകൊണ്ട് അല്ലെങ്കിൽ മലയാള ശബ്ദമാവുന്നതുകൊണ്ട് ഇത്തം ചേർത്തു. വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ മടയത്തം. മടയത്തം. എന്നാൽ സംസ്കൃത ശബ്ദങ്ങളോടൊക്കെ ആണെങ്കിൽ എന്താണ് ചേർക്കുന്നത്? ത്വം ആണ് ചേർക്കുന്നത്. സംസ്കൃത ശബ്ദങ്ങളോടൊപ്പം ത്വം ചേർക്കുന്നു. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? സ്ത്രീത്വം. സ്ത്രീത്വം. പ്രഭുത്വം. ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഓർമ്മയിരിക്കും. അങ്ങനെ എന്താണ് മലയാള ശബ്ദമെന്നോ സംസ്കൃത ശബ്ദമെന്നോ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് എക്സാമ്പിളുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ അത് ഓർമ്മയിരിക്കും. സ്ത്രീത്വം, പ്രഭുത്വം, ഇങ്ങനെയൊക്കെ വരുന്നതാണ്
ത്വം വരുന്നത് സംസ്കൃത ശബ്ദങ്ങളോടൊപ്പം ഇത്ത എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ ഇത്തം എന്ന് പറയുന്നത് മലയാള ശബ്ദങ്ങളോടൊപ്പമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ അടിമത്തം എന്ന് പറയുന്ന വാക്ക് എന്താണ്? ശരിയാണ്. അടുത്ത വാക്കാണ് അസ്തമനം. അസ്തമനം എന്ന വാക്ക് ശരിയാണോ? തെറ്റാണ്. അസ്തമനം എന്ന വാക്ക് തെറ്റാണ്. അസ്തമനം എന്നല്ല പറയേണ്ടത്, അസ്തമയം എന്നാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? അസ്തമയം. അസ്തമനം അല്ല, അസ്തമയം. അസ്തം പ്ലസ് അയം എന്നാണ് അസ്തമയം പിരിച്ചെഴുതേണ്ടത്. അസ്തമയം എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് അസ്തം പ്ലസ് അയം. അസ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് പോവുക എന്ന അർത്ഥം വരുന്നതാണ് അസ്തം എന്ന് പറയുന്നത്. അപ്പൊ അസ്തം പ്ലസ് അയമാണ് അസ്തമയം. അപ്പൊ ശരിയായ വാക്ക് ഏതാണ്? അസ്തമയം എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക്. അങ്ങനെയാണെങ്കിൽ അസ്തമയത്തിന്റെ വിപരീതം നമുക്കറിയാം എന്താണ്? ഉദയം അല്ലേ? ഉദയം, മുകളിലേക്ക് പോവുക, അതാണ് ഉദയം. ഉത് പ്ലസ് അയമാണ് ഉദയം. ഉത് പ്ലസ് അയം, ഉദയം. അപ്പോൾ അസ്തമയമാണ് എന്ത്? ശരിയായിട്ടുള്ള വാക്ക്. അടുത്തത് നോക്കാം, അതിഥി. അതിഥി എന്ന വാക്ക് എന്താണ്? ശരിയാണോ? തെറ്റാണ്. അതിഥി ആദ്യം എന്താണ് വരേണ്ടത്? തായാണ് വരേണ്ടത്. അതിഥി, തിഥി നോക്കാതെ വരുന്നവൻ, സമയം നോക്കാതെ വരുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് അതിഥി. അപ്പൊ ആദ്യം എന്താണ്? തിഥി എന്നാണ് പറയേണ്ടത്. തായാണ് ആദ്യം വരേണ്ടത്. അതിഥി. അടുത്ത വാക്ക് ചെലവ് എന്നാണ്. അപ്പൊ എന്താണ്? അതിഥി എന്ന വാക്ക് ഇവിടെ എന്താണ്? ശരിയാണ്, ഞാൻ ശരിയാക്കി എഴുതിയിട്ടുണ്ട്. അടുത്തത് ചെലവ് എന്ന വാക്കാണ്. ചെലവ് എന്ന വാക്ക് എന്താണ്? ശരിയാണ്, ചെലവ്. ചിലവ് അല്ല, ചെലവ് എന്നാണ് പറയേണ്ടത്. അതിന്റെ വിപരീതം നമുക്കറിയാം എന്താണ്? വരവ്. അടുത്തത് തത്വം. തത്വം എന്ന വാക്ക് ഇവിടെ എന്താണ്? ശരിയാണ്, അതായത് ഇത്ത വരണം. ഒരു തായല്ല വേണ്ടത്, ഇത്തയാണ് വരേണ്ടത്. തത്വം. ഈ തത്വം എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ്? തത് പ്ലസ് ത്വം. തത് പ്ലസ് ത്വം എന്നാണ് തത്വം എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത്. അടുത്ത വാക്ക് നോക്കാം, ചെമപ്പ്. നമുക്കറിയാം ഒരു നിറമാണല്ലേ, നമ്മളെപ്പോഴും ചുമപ്പെന്നോ ചുവപ്പ് എന്നോ ഒക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ശരിയായിട്ടുള്ള പദം എന്താണ്? ചെമപ്പ് എന്നാണ്. ചെമപ്പ്. അപ്പൊ ഈ ചെമപ്പ് എന്ന പദം എന്താണ്? ശരിയാണ്. അടുത്ത വാക്ക് നമ്മൾ നോക്കാം. അടുത്തത് എന്താണ്? ഐക്യമത്യം. ഐക്യമത്യം എന്ന വാക്ക് എന്താണ്? തെറ്റാണ്. ഐക്യമത്യം എന്നല്ല പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? ഐകമത്യം. ഐക്യമത്യമല്ല, ഐകമത്യം. ഐകമത്യം എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക്. അടുത്ത വാക്ക് നിരൂപിക. നിരൂപിക എന്ന വാക്ക് എന്താണ്? ശരിയാണ്, നിരൂപിക. ഇതിന്റെ എതിർലിംഗം പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? നിരൂപകൻ. നിരൂപകൻ എതിർലിംഗം നിരൂപിക. നിരൂപിക എന്ന വാക്ക് ശരിയാണ്. അടുത്തത് വേഗത. വേഗതയായിരുന്നു ഇവിടെ എഴുതിയിരുന്നത്. വേഗത. വേഗത എന്ന വാക്ക് ശരിയാണോ തെറ്റാണോ? നമ്മൾ എന്താണ് കണക്ക് പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന വാക്കാണ് വേഗത എന്നുള്ളത്. എന്നാൽ മലയാളത്തിൽ വേഗത എന്നുള്ള വാക്ക് എന്താണ്? തെറ്റാണ്. വേഗത എന്നല്ല പറയേണ്ടത്, വേഗം എന്നാണ് പറയേണ്ടത്. അപ്പം വേഗമാണ് ശരി. മലയാളത്തിൽ എന്താണ്? വേഗം എന്ന വാക്കാണ് ശരിയായിട്ട് വരുന്നത്. വേഗത തെറ്റാണ്. അടുത്ത വാക്ക് വലുപ്പം. വലുപ്പം എന്ന വാക്ക് എന്താണ്? ശരിയാണ്. വലുപ്പം, വലുത്. അപ്പൊ എന്താണ്? ഊ ചിഹ്നമാണ് ഇവിടെ വരേണ്ടത്. വലിപ്പമല്ല, വലുപ്പം. വലുപ്പമാണ് ശരി, അത് ശരിയായ വാക്കാണ്. അടുത്തത് സ്വയപരിശ്രമം. സ്വയപരിശ്രമം എന്ന വാക്ക് എന്താണ്? തെറ്റാണ്. സ്വയപരിശ്രമം എന്നല്ല പറയേണ്ടത്, സ്വയം പരിശ്രമം അല്ലെങ്കിൽ സ്വപരിശ്രമം. അപ്പൊ സ്വയപരിശ്രമം തെറ്റായിട്ടുള്ള വാക്കാണ്. അതെങ്ങനെ ശരിയാക്കി എഴുതാം? സ്വയം പരിശ്രമം. സ്വയം പരിശ്രമം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സ്വപരിശ്രമം. സ്വപരിശ്രമം. അടുത്ത ലാസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് അനുഗ്രഹീതൻ എന്നാണ്. അനുഗ്രഹീതൻ എന്ന വാക്ക് എന്താണ്? തെറ്റാണ്, നമുക്കറിയാലേ. അനുഗ്രഹീതൻ തെറ്റാണ്. എന്താണ് ശരിയായിട്ട് എഴുതേണ്ടത്? അനുഗ്രഹീതനാണ്. അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ. ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. എന്നാൽ അനുഗ്രഹം എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ്? അത് നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ്. അനുഗ്രഹം. അനുഗ്രഹം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. എന്നാൽ അനുഗ്രഹീതൻ എന്ന് എഴുതേണ്ടത് എന്താണ്? ഇവിടെ ഈർച്ചിഹ്നമാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തിക്തം എന്ന പദത്തിന്റെ വിപരീതം എന്ത്? തിക്തം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഞാൻ വേണമെങ്കിൽ ഓപ്ഷൻ ഒന്ന് വായിക്കാം. പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ്.
പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ്. ഇതിൽ തിക്തം എന്ന പദത്തിന്റെ വിപരീതം ഏതെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? തിക്തം വിപരീതം മധുരം. തിക്തം എന്ന പദത്തിന്റെ വിപരീതമാണ് മധുരം, കയ്പ് എന്നല്ല വരുന്നത്. അപ്പോൾ കുറച്ച് വിപരീത പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ എന്താണ് അതിന്റെ വിപരീതം നോക്കാം. പ്രാചി. പ്രാചി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കിഴക്ക് എന്നാണ്. പ്രാചി എന്നാൽ കിഴക്ക് എന്നാണ് അർത്ഥം. പ്രാചി കിഴക്ക്. അതിന്റെ വിപരീതമാണ് പ്രതീജി. പ്രതീജി. പ്രാചി പ്രതീജി. അപ്പൊ പ്രാചി കിഴക്കാണെങ്കിൽ പ്രതീജി എന്താണ്? പടിഞ്ഞാറ്. പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക്, പ്രതീജി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അടുത്ത വാക്കാണ് വിവൃതം. വിവൃതത്തിന്റെ വിപരീതം എന്താണ്? സമൃദ്ധം. വിവൃതം, സമൃദ്ധം. വിവൃതത്തിന്റെ വിപരീതമാണ് സമൃദ്ധം. വിവൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? തുറന്നത് എന്നതാണ്. വിവൃതം എന്ന് പറഞ്ഞാൽ തുറന്നത്. സമൃദ്ധം എന്ന് പറഞ്ഞാൽ അടഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവൃതോകാരം എന്നും സമൃദ്ധോകാരം എന്നും. വിവൃതോകാരം എന്ന് പറഞ്ഞാൽ ഊ എന്ന അക്ഷരമാണ്, നമ്മൾ തുറന്നുച്ചരിക്കും ഊ. എന്നാൽ സമൃദ്ധോകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചന്ദ്രകലയാണ്, ഊവിന്റെ പകുതിയാണ്. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വിവൃതോകാരം ഊവും സമൃദ്ധോകാരം ചന്ദ്രകലയുമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വിവൃതത്തിന്റെ വിപരീതമാണ് സമൃദ്ധം. ഇനി അടുത്തത് ആവൃതം. ആവൃതം എന്ന പദത്തിന്റെ വിപരീതമാണ് അനാവൃതം. ആവൃതം, അനാവൃതം. ആവൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റപ്പെട്ടത്. ആവൃതം ചുറ്റപ്പെട്ടത് എന്നാണ് അർത്ഥം. അടുത്തത് ശാന്തം. ശാന്തം എന്ന പദത്തിന് രണ്ട് വിപരീതങ്ങളാണ് വരുന്നത്. അതിലൊന്നാണ് ഉഗ്രം. ഉഗ്രം. ശാന്തം എന്ന പദത്തിന്റെ വിപരീതം ഒന്ന് ഉഗ്രം, അടുത്തത് രൗദ്രം. ഉഗ്രം, രൗദ്രം. അടുത്ത വാക്ക് നാഗരികം. നാഗരികം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഗ്രാമീണം. നാഗരികം, ഗ്രാമീണം. ലാസ്റ്റ് സുഗരം. സുഗരം എന്നാൽ അർത്ഥം എന്താണ്? എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നാണ്. അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നതിന്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സുഗരം എന്നാണ്. അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് സുഗരം. അപ്പൊ അതിന്റെ വിപരീതം എന്താണ്? ദുഷ്കരം. സുഗരം, ദുഷ്കരം. സുഗരത്തിന്റെ വിപരീതം ദുഷ്കരം. സുഗരം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ദുഷ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രയാസമുള്ള കാര്യം. കുറച്ച് വിപരീത പദങ്ങളൂടി നമുക്ക് നോക്കാം. ഉന്മീലനം. ഉന്മീലനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉന്മീലനം എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ്. ഉന്മീലനം, തുറക്കുക. അപ്പൊ അടയ്ക്കുക എന്ന അർത്ഥം വരുന്ന പദമാണ് നിമീലനം. ഉന്മീലനം, നിമീലനം. അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഉന്മീലനം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുക, നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക എന്നും അർത്ഥം പറയാം. അപ്പൊ ഉന്മീലനം വിപരീതം നിമീലനം. അടുത്ത വാക്ക് ദൃഢം. ദൃഢം എന്ന പദത്തിന്റെ വിപരീതമാണ് ശിഥിലം. ദൃഢം, ശിഥിലം. ദൃഢം, ശിഥിലം. അടുത്തത് ഗൗരവം. ഗൗരവം എന്ന പദത്തിന്റെ വിപരീതം ലാഘവം. ഗൗരവം, ലാഘവം. അടുത്തത് സുലഭം. സുലഭം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ധാരാളം ലഭിക്കുന്നത് എന്നർത്ഥമാണ് സുലഭം. അപ്പൊ എന്താണ്? ലഭിക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ദുർലഭം. അപ്പൊ സുലഭത്തിന്റെ വിപരീതമാണ് ദുർലഭം. അടുത്ത വാക്ക് താപം. താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഷ്ണമല്ല ഉദ്ദേശിക്കുന്നത്. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമാണ്. ദുഃഖം. താപം എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖമാണ്. അപ്പൊ താപത്തിന്റെ വിപരീതം എന്താണ്? സന്തോഷം എന്നർത്ഥം വരുന്ന പദം തോഷം. താപം, തോഷം. അപ്പൊ ഇത്രയും വിപരീത പദങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഇതാണ്: ധനാശി പാടുക, ശിങ്കിടി പാടുക, ഭരതവാക്യം, നക്ഷത്രം എണ്ണിക്കുക. ഇതിൽ ഏറ്റുപാടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ശിങ്കിടി പാടുക. ഏറ്റുപാടുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ശിങ്കിടി പാടുക. ബാക്കിയുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്ന ഏതാണ്? ധനാശി പാടുക. ധനാശി പാടുക എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. കഥകളിയിലെ ഒരു ചടങ്ങാണ് ധനാശി പാടുക എന്നത്. എന്താണ്? അവസാനിപ്പിക്കുക. അപ്പൊ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. അടുത്തത് ഭരതവാക്യം. ഭരതവാക്യം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാന വാക്ക്. ഭരതവാക്യം എന്നാൽ അവസാന വാക്ക്. അടുത്തത് നക്ഷത്രം എണ്ണിക്കുക. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക,
കഷ്ടപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ശിങ്കിടി പാടുക. ബാക്കിയുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി കുറച്ചല്ലാത്ത കുറച്ച് ശൈലി എഴുതിയിട്ടുണ്ട്, അതിന്റെ അർത്ഥം കൂടി നോക്കാം. ആദ്യത്തേത് ഓളം നിന്നിട്ട് കടലാടുക. ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധ്യമായ കാര്യം. അസാധ്യമായ കാര്യം, അതായത് കടലിൽ എന്താണ്, തിരമാലകൾ നിലയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധ്യമായ കാര്യം. അടുത്തത് കാടും പടലും തല്ലുക. കാടും പടലും തല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രസക്തമായത് പ്രതിപാദിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുക, അതായത് അപ്രസക്തമായത് പ്രതിപാദിക്കുക. അപ്പൊ കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. അടുത്തത് കടപഠിപ്പിക്കുക. കടപഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാനത്ത് എത്തിക്കുക. കടപഠിപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക നമുക്കറിയാം എന്താണ്? ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. പിന്നെ ഗതാനുഗതിക ന്യായം. ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകരണശീലം. അനുകരണം, എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? അനുകരിക്കുന്നു. അപ്പൊ ഗതാനുഗതിക ന്യായം എന്ന് പറഞ്ഞാൽ അനുകരണശീലം. കുറച്ച് ശൈലി കൂടി നമുക്ക് നോക്കാം. ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അപമാനിക്കുക. ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക, അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തുക എന്നും അർത്ഥം വരാം. അപ്പൊ ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം അപമാനിക്കുക അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തുക. അടുത്തത് കായംകുളം വാൾ. കായംകുളം വാൾ നമുക്കറിയാം. കായംകുളം വാള് എന്താണ്? രണ്ട് ഭാഗത്തും മൂർച്ചയുള്ളതാണ്. അപ്പൊ എന്താണ്? ഇരു ചേരിയിലും ചേരുന്നവൻ, അതായത് രണ്ട് കാര്യങ്ങളിലും എന്താണ്? ഇടപെടുന്നവൻ. ഇരു ചേരിയിലും ചേരുന്നവൻ എന്ന അർത്ഥമാണ് കായംകുളം വാൾ എന്ന ശൈലിയുടെ അർത്ഥം. അടുത്തത് ശതകം ചൊല്ലിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക. അടുത്തത് ഇലവ് കാത്ത കിളി. ഇലവ് കാത്ത കിളി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഫലമില്ലാത്ത കാത്തിരിപ്പ്. ഇലവ് കാത്ത കിളി, ഫലമില്ലാത്ത കാത്തിരിപ്പ്. ലാസ്റ്റ് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ രാജ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്പിയ എന്ന ശൈലിയുടെ അർത്ഥം പ്രായോഗികമല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം പര്യായ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. കുയിൽ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ അല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. കുയിൽ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷനാണ് എഴുതിയിരിക്കുന്നത്. പികം, കോകിലം, പരഭൃതം, കപോതം. ഏതൊക്കെയാണ്? പികം, കോകിലം, പരഭൃതം, കപോതം. ഇതിൽ എന്തിന്റെ? കുയിൽ എന്ന പദത്തിന്റെ, കുയിലിന്റെ പര്യായം അല്ലാത്തത് ഏത്? അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം വിചാരിക്കണം. ശരിയാണോ നമുക്ക് നോക്കാം. അപ്പൊ കുയിൽ എന്ന പദത്തിന്റെ പര്യായം തന്നിട്ടുള്ളതിൽ അല്ലാത്തത് ഏത്? കപോതം. കപോതം എന്താണ്? കപോതം എന്നാൽ പ്രാവാണ്. കപോതം പ്രാവ്. ബാക്കി ഏതൊക്കെ? പികം, കോകിലം, പരഭൃതം. ഇതൊക്കെ എന്താണ്? കുയിലാണ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്? വനപ്രിയം. വനപ്രിയം എന്ന് പറഞ്ഞാലും എന്താണ്? കുയിലാണ്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? പികം, കോകിലം, പരഭൃതം, വനപ്രിയം. അതിൽ പരഭൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? പരഭൃതം, അന്യനാൽ വളർത്തപ്പെടുന്നത്. കാക്കയാണ് എന്ത് ചെയ്യുന്നത്? കുയിലിനെ വളർത്തുന്നത്. അപ്പൊ അന്യനാൽ വളർത്തപ്പെടുന്നത് എന്ന അർത്ഥം വരുന്ന പദമാണ് പരഭൃതം. എന്നാൽ അന്യനെ പോഷിപ്പിക്കുന്നത്, അന്യനെ വളർത്തുന്നത് എന്ന അർത്ഥം വരുന്ന പദമാണ് പരഭൃത്ത്. അതെന്താണ് പരഭൃത്ത്? കാക്ക. പരഭൃത്ത് എന്ന് പറഞ്ഞാൽ കാക്ക, അന്യനെ വളർത്തുന്നത്. പരഭൃത്ത് കാക്ക, പരഭൃതം എന്ന് പറഞ്ഞാൽ കുയിലാണ്. അടുത്ത വീണ്ടും ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? കുതിര എഴുതിയിട്ടുണ്ട്. കുതിരയുടെ പര്യായത്തിന് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ കുതിരയുടെ പര്യായം അല്ലാത്തതാണ് പറയേണ്ടത്. ഓപ്ഷൻ ഏതാണ്? ഘോടകം, വാജി, തുരകം, അസിതം. ഇതിൽ കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? നിങ്ങൾ നിങ്ങളുടെ ഉത്തരം മനസ്സിൽ വിചാരിച്ചോണം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? കുതിരയുടെ പര്യായം അല്ലാത്തത്, ഈ തന്നിട്ടുള്ളതിൽ കുതിരയുടെ പര്യായം അല്ലാത്തത് അസിതമാണ്. അസിതം. അസിതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറുപ്പ് എന്നാണ്. അസിതം കറുപ്പ്, വെളുപ്പ് അല്ലാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എന്താ, നമുക്ക് എന്താ പറയാം? കറുപ്പ് എന്ന് പറയാം. അപ്പോൾ കുതിരയുടെ പര്യായം അല്ലാത്തത് തന്നിട്ടുള്ളതിൽ അസിതമാണ്. ബാക്കി ഘോടകം, വാജി, തുരകം ഇതൊക്കെ എന്താണ്? കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെയുണ്ട് കുതിരയുടെ പര്യായ പദം? ഹയം. ഹയം എന്ന് പറഞ്ഞാൽ എന്താണ്?
കുതിരയാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു പദമാണ് അശ്വം. അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരയാണ്. പിന്നെ തുരകം ഇവിടെ ഉണ്ട്. അപ്പൊ തുരങ്കമം. തുരങ്കമം എന്ന് പറഞ്ഞാൽ എന്താണ്? തുരങ്കമം എന്ന് പറഞ്ഞാലും എന്താണ്? കുതിരയാണ്. ഇനി വേറെന്താണ്? സൈന്ധവം. സൈന്ധവം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. സൈന്ധവം. ഇപ്പൊ കുതിരയുടെ പര്യായമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഘോടകം, വാജി, തുരകം, ഹയം, അശ്വം, തുരങ്കമം, സൈന്ധവം. അടുത്ത ചോദ്യം നോക്കാം. ആന എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? ആനയുടെ പര്യായമല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ ഭ്രമരം, ദന്തി, വാരണം, ദിപം. ഏതൊക്കെയാണ്? ഭ്രമരം, ദന്തി, വാരണം, ദിപം. ഇതിൽ ആനയുടെ പര്യായം അല്ലാത്തത് ഏത്? ഏതാണ് വരുന്നത്? ആദ്യം തന്നെ നമുക്ക് കിട്ടിയതാണ് ഭ്രമരം. ഭ്രമരം എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ട്. ഭ്രമരം എന്ന പദത്തിന്റെ അർത്ഥം വണ്ട് എന്നാണ്. ബാക്കി ദന്തി, വാരണം, ദിപം ഇതെല്ലാം എന്താണ്? ആനയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ആനയുടെ പര്യായ പദം? നമുക്ക് അറിയാവുന്നതാണ് എന്ത്? ഗജം. ഗജം എന്നാൽ ആനയാണ്. ഇനി വേറെ കുഞ്ചരം. കുഞ്ചരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. കുഞ്ചരം എന്ന് പറഞ്ഞാൽ ആനയാണ്. പിന്നെ ഏതാണ്? ഹസ്തി. ഹസ്തി എന്നാൽ ആനയാണ്. അടുത്തത് ഏതാണ്? ഇഭം. ഇഭം എന്നാൽ ആനയാണ്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്? ദന്തി, വാരണം, ദിപം, ഗജം, കുഞ്ചരം, ഹസ്തി, ഇഭം. ഇത് കൂടാതെ നമുക്ക് അറിയാവുന്ന മറ്റു പലതും ഉണ്ട്. കളഭം എന്ന വാക്കിന്റെ അർത്ഥം ആനയെന്നും വരാം, ചന്ദനം എന്നും വരാം. കരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. കരി. കരി എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? ആനയാണ്. എന്നാൽ കരിയുടെ എതിർലിംഗം പറയുകയാണെങ്കിൽ എന്തെന്ന് പറയാം? കരിണി, അതായത് പിടിയാന. കരി, കരിണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് വീണ്ടും പര്യായം തന്നെയാണ്. കഴുതയുടെ പര്യായം അല്ലാത്തത് ഏത്? കഴുത എന്ന വാക്കിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബാലേയം, ചക്രീവാൻ, ഗർദഭം, കേസരി. ഏതൊക്കെയാണ്? ബാലേയം, ചക്രീവാൻ, ഗർദഭം, കേസരി. ഇതില് കഴുത എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഉത്തരം ഏതാണ്? കേസരി. കേസരിയാണ് കഴുത എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്. അപ്പൊ എന്താണ് കേസരി എന്ന് പറഞ്ഞാൽ? കേസരി എന്ന് പറഞ്ഞാൽ സിംഹം. സിംഹം എന്നർത്ഥം വരുന്ന പദമാണ് കേസരി. ബാക്കി ബാലേയം, ചക്രീവാൻ, ഗർദഭം ഇതൊക്കെ എന്താണ്? കഴുതയാണ്. ഇനി കഴുത ഇത് കൂടാതെ വേറെ രണ്ട് പദങ്ങൾ കൂടിയുണ്ട്. ഒന്ന് രാസഭം. രാസഭം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതയാണ്. പിന്നെ വേറൊന്ന് ഖരം. സോളിഡ് എന്നർത്ഥം വരുന്ന പദമാണ് ഖരം അല്ലേ? അപ്പൊ ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതയാണ്. അപ്പൊ പര്യായം അല്ലാത്തത് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. പര്യായവും ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഇതാണ് പര്യായം ഏത് എന്ന് ചോദിക്കാം, പര്യായം അല്ലാത്തത് എന്നും ചോദിക്കാം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം. പരിഭാഷയാണ് വരുന്നത്. വാനിറ്റി എന്ന പദത്തിന്റെ പരിഭാഷ ഏതെന്നാണ് ചോദ്യം. വാനിറ്റി, VANITY, വാനിറ്റി എന്ന പദത്തിന്റെ പരിഭാഷ ഏത്? അപ്പൊ ഞാൻ ആ ഓപ്ഷൻസ് വായിക്കാം, ഏതാണെന്ന് നോക്കാം. അഭിമാനം, പൊങ്ങച്ചം, ആഗ്രഹം, തിരോധാനം. അഭിമാനം, പൊങ്ങച്ചം, ആഗ്രഹം, തിരോധാനം. ഇതിൽ വാനിറ്റി എന്ന പദത്തിന്റെ അർത്ഥം ഏതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് എന്താണ്? വാനിറ്റി എന്നാൽ പൊങ്ങച്ചം എന്നാണ്. പൊങ്ങച്ചം, വാനിറ്റി പൊങ്ങച്ചമാണ്. പിന്നെ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ശൈലികൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ മലയാള പരിഭാഷ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഹോം ട്രൂത്ത്. എല്ലാം PSC ക്വസ്റ്റ്യൻസ് ആണ്. ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയ സത്യം. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. ലിവിങ് ഡെത്ത്. ലിവിങ് ഡെത്ത് അതിന്റെ പരിഭാഷ എന്താണ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അല്ലെങ്കിൽ ജീവച്ഛവം എന്ന് തന്നെ പറയാം. ലിവിങ് ഡെത്ത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അടുത്തത് ആപ്പിൾ ഓഫ് ദി ഐ. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ, കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണി. അടുത്തത് ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കലഹത്തിന് കാരണമായത്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ കലഹത്തിന് കാരണമായത്. അടുത്തത് വെൻ ഇൻ റോം ബി എ റോമൻ. വെൻ ഇൻ റോം ബി എ റോമൻ എന്താണ്? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. ഇതാണ് പറഞ്ഞത്. വെൻ ഇൻ റോം ബി എ റോമൻ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ്.
ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീതാർത്ഥ പ്രശംസ. വിപരീതാർത്ഥ പ്രശംസ. ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ്, വിപരീതാർത്ഥ പ്രശംസ. അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുളക്കുപ്പേരി. ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്കുപ്പേരി. അടുത്തത് നിപ്പ് ഇൻ ദ ബഡ്. നിപ്പ് ഇൻ ദ ബഡ്, മുളയിലേ നുള്ളുക. നിപ്പ് ഇൻ ദ ബഡ്, മുളയിലേ നുള്ളുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, നമുക്കറിയാവുന്നതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴും. അടുത്തത് ഓഫ് ആൻഡ് ഓൺ. അതും ഇതേ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാലും വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാലും വല്ലപ്പോഴും എന്നാണ് അർത്ഥം വരുന്നത്. കുറച്ച് പരിഭാഷ കൂടി നമുക്ക് നോക്കാം. ഹെർക്കുലിയൻ ടാസ്ക്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. അടുത്തത് എറൗണ്ട് ദ കോർണർ. എറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തു വരിക. എറൗണ്ട് ദ കോർണർ, അടുത്തു വരിക. അടുത്തത് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്താണ്? വിത്ത് ഗുണം 10 ഗുണം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നാൽ വിത്ത് ഗുണം 10 ഗുണം. അടുത്ത നമുക്ക് സ്ഥിരം അറിയാവുന്നതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ തിന്നാൽ പനയും തിന്നാം. അടുത്തത് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്താണ്? വിശ്രമിക്കുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം താണ്ടുവാനുണ്ട്. വിശ്രമിക്കുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം, എനിക്ക് ഒരുപാട് ദൂരം താണ്ടുവാനുണ്ട്. ആരുടെ വരികളാണിത്? ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, റോബർട്ട് ഫ്രോസ്റ്റ്, ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികളാണത്. അടുത്തത് മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്, വെയിലുള്ളപ്പോൾ കച്ചി ഉണക്കുക. എന്താണ് കച്ചി എന്ന് പറഞ്ഞാൽ? കച്ചി എന്ന് പറഞ്ഞാൽ വൈക്കോൽ എന്നാണ്. അപ്പൊ വെയിലുള്ളപ്പോൾ കച്ചി ഉണക്കുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക. കാറ്റുള്ളപ്പോൾ പാറ്റുക. അവസരത്തിനൊത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് പറയുന്നതിന് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം എതിർലിംഗമാണ് വരുന്നത്. ചോദ്യം ഇതാണ്: രക്ഷാകർത്താവ് എതിർലിംഗം ഏത്? രക്ഷാകർത്താവിന്റെ എതിർലിംഗം ഏത്? അതിനു മുമ്പ് നമ്മളിവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം. പദശുദ്ധിക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് രക്ഷാകർത്താവ്. രക്ഷകർത്താവല്ല, രക്ഷാകർത്താവ്. ഇവിടെ എന്തുണ്ട്? ദീർഘമുണ്ട്, ആ അടയാളമുണ്ട്. രക്ഷാകർത്താവാണ് ശരിയായിട്ടുള്ള വാക്ക്. അപ്പൊ രക്ഷാകർത്താവിന്റെ എതിർലിംഗം എന്തെന്നാണ് ചോദ്യം. എന്തായിരിക്കും? രക്ഷാകർത്തൃ. രക്ഷാകർത്താവ്, രക്ഷാകർത്തൃ. രക്ഷാകർത്താവ്, രക്ഷാകർത്തൃ. അങ്ങനെയാണെങ്കിൽ കർത്താവ് എതിർലിംഗം എന്താണ്? കർത്തൃ. കർത്താവ്, കർത്തൃ. കർത്താവിന്റെ എതിർലിംഗം കർത്തൃയാണ്. അടുത്തത് കമിതാവ്. എല്ലാം ഇതേപോലെയാണ് വരുന്നത്. കമിതാവ്, കമിതാവിന്റെ എതിർലിംഗം എന്താണ്? കമിത്രി. കമിതാവ്, കമിത്രി. അടുത്തത് നേതാവ്. നേതാവിന്റെ എതിർലിംഗം നേത്രി. നേതാവ്, നേത്രി. അടുത്തത് ഏതാണ്? ജേതാവ്. ജേതാവ് എന്താണ്? ജേത്രി. ജേതാവ്, ജേത്രി. ഇത് ഇത്രയും ഒരുപോലെ വരുന്നതാണ് പറഞ്ഞത്. ഇനി അടുത്തത് കാഥികൻ. കാഥികൻ എന്ന പദത്തിന്റെ അല്ലെങ്കിൽ കാഥികന്റെ എതിർലിംഗം എന്താണ്? കാഥിക. കാഥികൻ, കാഥിക. എന്നാൽ വേറൊരു പദം ഉണ്ടല്ലോ, ഘാതകൻ. കൊലയാളി എന്നർത്ഥം വരുന്ന പദമാണ് ഏത്? ഘാതകൻ. കൊലയാളി എന്നർത്ഥം വരുന്ന പദമാണ് ഘാതകൻ. ഈ ഘാതകൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? ഘാതകൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഘാതകിയാണ്. ഘാതകി. ഘാതകൻ, ഘാതകി. എന്നാൽ കഥ പറയുന്നവൻ എന്നർത്ഥം വരുന്ന കാഥികൻ, അതിന്റെ എതിർലിംഗം കാഥിക. അടുത്തത് ലേഖകൻ. ലേഖകൻ എതിർലിംഗം എന്താണ്? ലേഖിക. ലേഖകൻ, ലേഖിക. പ്രസാദകൻ. പ്രസാദകൻ എതിർലിംഗം പ്രസാദിക. പ്രസാദകൻ, പ്രസാദിക. അടുത്തത് രക്ഷകൻ. രക്ഷകൻ എതിർലിംഗം രക്ഷിക. രക്ഷകൻ, രക്ഷിക. കുറച്ച് എതിർലിംഗം കൂടി നോക്കാം. മാടമ്പി. മാടമ്പി എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? മാടമ്പി, കെട്ടിലമ്മ. മാടമ്പി എതിർലിംഗം കെട്ടിലമ്മ. അടുത്തത് ഏതാണ്? ചാക്യാർ. ചാക്യാർ എതിർലിംഗം എന്താണ്? ചാക്യാർ, ഇല്ലോടമ്മ. ചാക്യാർ, ഇല്ലോടമ്മ.
ചാക്യാറിന്റെ എതിർലിംഗമാണ് ഇല്ലോടമ്മ. അടുത്തത് വാര്യർ. വാര്യർ എതിർലിംഗം വാരസ്യാർ. വാര്യർ വാരസ്യാർ. പിഷാരടി. പിഷാരടിയുടെ എതിർലിംഗം എന്താണ്? പിഷാരസ്യാർ. പിഷാരടി പിഷാരസ്യാർ. അടുത്തത് നമ്പ്യാർ. നമ്പ്യാർ എതിർലിംഗം നങ്ങ്യാർ. നമ്പ്യാർ നങ്ങ്യാർ. അടുത്തത് ഏതാണ്? കൈമൾ. കൈമൾ എതിർലിംഗം എന്താണ്? കൈമൾ കുഞ്ഞമ്മ. കൈമൾ എതിർലിംഗം കുഞ്ഞമ്മ. നമ്മൾ ഇന്ന് 6 ചോദ്യങ്ങളാണ് നോക്കിയത് മലയാളത്തിൻ്റെ. ഇനി വരും ക്ലാസ്സുകളിൽ ബാക്കി ചോദ്യങ്ങൾ നോക്കാം.